നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന സബ്ജക്റ്റ് മമ്മൂട്ടി ജോഷി കോംബോ. മെഗാസ്റ്റാർ മമ്മൂട്ടിയും മാസ്റ്റർ ടെക്നീഷ്യൻ ജോഷിയും ചേർന്നുള്ള സിനിമകളുടെ ലിസ്റ്റും അവലോകനവും ബോക്സ് ഓഫീസ് സ്റ്റാറ്റസുമാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ആ രാത്രി മുതൽ 2020 വരെ 33 സിനിമകളാണ് മമ്മൂട്ടി ജോഷി ടീമിനുള്ളത്. 33 സ്ലൈഡ് ഷോ ഉണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ അത് പറഞ്ഞു പോകാം. ഓക്കെ. ഏപ്രിൽ 14, 1983 ജോഷിയും മമ്മൂട്ടിയും ആദ്യമായി ഒന്നിച്ച് ആ രാത്രി റിലീസാകുന്നത്. പൂർണിമ ജയറാം, സംഗീതം ഇളയരാജ. ഇവർ ഒന്നിച്ച് ആദ്യ ഈ സിനിമ തന്നെ ഒരു നല്ല വിജയമാണ് നേടിയെടുത്തത് അക്കാലത്ത്. പക്ഷേ പല സൈറ്റുകൾ, അതായത് IMDb തുടങ്ങിയ സൈറ്റുകളിൽ പറയുന്ന പോലെ ആദ്യമായി 1 കോടി നേടിയ സിനിമയൊന്നും ആ രാത്രി അല്ല. അടുത്ത റിലീസ് നോക്കാം. ഓഗസ്റ്റ് 19 റിലീസായ സിനിമയാണ് കൊടുങ്കാറ്റ്. മൾട്ടി സ്റ്റാറർ പ്രേം നസീർ, മധു, ശങ്കർ, ശ്രീവിദ്യ, ജലജ തുടങ്ങിയവർക്കൊപ്പം മമ്മൂട്ടിയും അഭിനയിച്ച ഈ സിനിമയ്ക്ക് അക്കാലത്ത് വലിയ ഒരു ഇനിഷ്യൽ കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ച ഒരു സിനിമയാണ്. അതിനുശേഷമുള്ള ജോഷി മമ്മൂട്ടി സിനിമ സന്ദർഭമാണ് മെയ് 11, 1984 റിലീസ്. സരിതയുടെ മലയാള ചലച്ചിത്രം എന്ന പേരിൽ വളരെ പ്രശസ്തി നേടിയെടുത്തൊരു സിനിമയാണ് സന്ദർഭം. സുകുമാരൻ, സീമ, കൊച്ചിൻ ഹനീഫ തുടങ്ങിയവരാണ് മറ്റ് പ്രധാന താരങ്ങൾ. ബേബി ശാലിനി നിറഞ്ഞു നിന്നൊരു സിനിമയാണ് സന്ദർഭം. ബോക്സ് ഓഫീസിൽ സന്ദർഭം ഒരു സൂപ്പർ ഹിറ്റായി മാറി. അക്കാലത്ത് കുടുംബ പ്രേക്ഷകരുടെ ഒരു ഇഷ്ട സിനിമയായി സന്ദർഭം നിലനിന്നിരുന്നു. മമ്മൂട്ടിയുടെ താരപദവിയുടെ ഉന്നതങ്ങളിലേക്ക് പോയ സിനിമകളിലൊന്ന് സന്ദർഭവും കൂടാണ്. ഓഗസ്റ്റ് 17, 1984 റിലീസായ ചിത്രം ഇടവേളയ്ക്ക് ശേഷം മധു, സോമൻ, സുമലത തുടങ്ങിയവരാണ് ഈ സിനിമയിലെ മറ്റ് പ്രധാന താരങ്ങൾ. മൾട്ടി സ്റ്റാർ സിനിമയായ ഈ ചിത്രത്തിനും മികച്ച ഒരു ഇനിഷ്യൽ കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചിരുന്നു. സെപ്റ്റംബർ 7, 1984 മറ്റൊരു റിലീസ് ജോഷി മമ്മൂട്ടി ടീമിൻ്റെ അലകടലിനക്കരെ. ഈ ചിത്രത്തിൽ നിത്യവസന്തം, പ്രേം നസീർ, മധു, ശോഭന തുടങ്ങിയവർ അഭിനയിച്ചു. വലിയ പ്രതീക്ഷ ഉണർത്തിയൊരു സിനിമയായിട്ടാണ് ഈ സിനിമയുടെ തിയേറ്ററിക്കൽ റിലീസ് അന്ന് നടന്നത്. പക്ഷേ പ്രതീക്ഷിച്ചൊരു വിജയം അലകടലിനക്കരയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചില്ല. ജനുവരി 25, 1985 റിലീസായ സിനിമയാണ് മുഹൂർത്തം 11:30. സാജ് പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ സാജൻ വർഗീസ് നിർമ്മിച്ച ഈ സിനിമ ജോഷി ഒരു സൂപ്പർ ഹിറ്റാക്കി മാറ്റുകയാണ് ഉണ്ടായിരുന്നത്. സരിത മമ്മൂട്ടി ടീമിൻ്റെ കോമ്പിനേഷനും ബേബി ശാലിനിയുടെ സാന്നിധ്യം ഈ സിനിമയെ ഒരു വലിയ വിജയത്തിലേക്ക് നയിച്ചു. ജനുവരി 26, 1985 റിലീസായ മറ്റൊരു സിനിമയാണ് കോടതി. മമ്മൂട്ടി, രതീഷ് ഒന്നിച്ച ഈ സിനിമ ചില കോടതി രംഗങ്ങൾ കാരണം അക്കാലത്ത് വളരെ സംസാര വിഷയമായ ഒരു സിനിമയാണ്. മെയ് 1, 1985 റിലീസായ സിനിമ മലയാളികളുടെ പ്രിയപ്പെട്ട ജോഡിയായ സുഹാസിനി മമ്മൂട്ടി ഒന്നിച്ച സിനിമ. കൂടെ മധു, റഹ്മാൻ തുടങ്ങിയവരുണ്ട്. കഥ ഇതുവരെ എന്ന ഈ സിനിമ അക്കാലത്ത് ബോക്സ് ഓഫീസിൽ വലിയൊരു വിജയമാണ് നേടിയെടുത്തത്. ഈ ചിത്രം നിർമ്മിച്ചത് ജൂബിലി പ്രൊഡക്ഷൻസിന് വേണ്ടി ജോയ് തോമസ്. ജൂൺ 20, 1985 റിലീസായ സിനിമയാണ് ഒന്നിങ്ങി വന്നെങ്കിൽ. മമ്മൂട്ടി, നദിയ മൊയ്തു, ലാലു അലക്സ്, ലിസി, ശങ്കർ തുടങ്ങിയവരാണ് ഈ സിനിമയിൽ അഭിനയിച്ചത്. ഈ സിനിമയും ഒരു വിജയമായി മാറുകയാണ് ഉണ്ടായത്. ഓഗസ്റ്റ് 22, 1985 റിലീസായ സിനിമ ഇനിയും കഥ തുടരും. തെലുങ്ക് നിർമ്മാതാവായ A. പൂർണ്ണചന്ദ്ര റാവുവിൻ്റെ നിർമ്മാണം, ജോഷിയുടെ സംവിധാനം, ജയപ്രദയുടെ മലയാള അരങ്ങേറ്റം, വില്ലന്മാരായി ക്യാപ്റ്റൻ രാജു, ലാലു അലക്സ്, തിലകൻ തുടങ്ങിയവർ. ഇനിയും കഥ തുടരുമെന്ന ഈ പ്രതികാര കഥ അക്കാലത്ത് ഒരു ബ്ലോക്ക് ബസ്റ്ററായി മാറിയിരുന്നു.
സെപ്റ്റംബർ 12, 1985 റിലീസായ മറ്റൊരു ബ്ലോക്ക് ബസ്റ്റർ സിനിമയാണ് നിറക്കൂട്ട്. ജൂബിലി പ്രൊഡക്ഷൻസിന് വേണ്ടി ജോയ് തോമസിൻ്റെ നിർമ്മാണം. മമ്മൂട്ടിക്കൊപ്പം സുമലത, ഉർവശി, ബാബു നമ്പൂതിരി തുടങ്ങിയവരാണ് അഭിനയിച്ചത്. മികച്ച ഗാനങ്ങൾ കൊണ്ട് സമ്പന്നമായ ഈ സിനിമ അക്കാലത്ത് കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടചിത്രമായി മാറിയിരുന്നു. ജനുവരി 23, 1986 റിലീസായ ജോഷിയുടെ മറ്റൊരു സിനിമയാണ് ശ്യാമ. മമ്മൂട്ടി, മുകേഷ്, നദിയ മൊയ്തു. വലിയ വിജയം നേടിയ ഈ സിനിമയുടെ ഗാനങ്ങളും വലിയ ഹിറ്റുകളായിരുന്നു. ടെലിവിഷൻ പ്രേക്ഷകർക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സിനിമയായി ശ്യാമ ഇന്നും നിലനിൽക്കുകയാണ്. നദിയ മൊയ്തുവിൻ്റെ മികച്ച കഥാപാത്രങ്ങളിലൊന്നായി ശ്യാമ ഇന്നുണ്ട്. ഏപ്രിൽ 11, 1986 റിലീസായ സിനിമയാണ് ക്ഷമിച്ചു എന്നൊരു വാക്ക്. മമ്മൂട്ടി, ഗീത, ശോഭന തുടങ്ങിയവർ അഭിനയിച്ച ഈ സിനിമയ്ക്കാകട്ടെ ജോഷി മമ്മൂട്ടി ടീമിൻ്റെ പതിവ് ഫാമിലി വിജയങ്ങൾക്കൊപ്പം ഈ ചിത്രം പോയി എന്ന് പറയാം. ഓഗസ്റ്റ് 15 റിലീസായ മറ്റൊരു സിനിമയാണ് 1000 കണ്ണുകൾ. മമ്മൂട്ടി, രതീഷ്, ശോഭന തുടങ്ങിയവർ അഭിനയിച്ചു. അക്കാലത്ത് വളരെ പ്രതീക്ഷ ഉണർത്തിയ ഒരു സിനിമയായിരുന്നു 1000 കണ്ണുകൾ. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു വീക്കെൻഡിൽ നല്ല കളക്ഷൻ ലഭിക്കുകയുണ്ടായി. പക്ഷേ തുടർന്ന് കളക്ഷൻ നിലനിർത്താൻ സാധിക്കാതെ പോകുകയും സിനിമ ഒരു പരാജയമാവുകയും ചെയ്തു. സെപ്റ്റംബർ 12, 1986 റിലീസായ സിനിമ സായം സന്ധ്യ ഓണം റിലീസായിരുന്നു. ജോഷിയുടെ മമ്മൂട്ടി, മോനിഷ, ഗീത തുടങ്ങിയ മറ്റ് പല താരങ്ങളുണ്ട്. ഓണം റിലീസായ ഈ മമ്മൂട്ടി ചിത്രം ഒരു പരാജയമായിരുന്നു. 86 ഓണത്തിന് ജോഷി മമ്മൂട്ടി ടീമിൻ്റെ രണ്ടാമത് റിലീസാണ് ന്യായവിധി. അക്കാലത്ത് സുകുമാരൻ വില്ലനായി അഭിനയിക്കുന്നു എന്ന് ഉള്ള ഒരു പബ്ലിസിറ്റിയായി വന്ന സിനിമയാണ് ന്യായവിധി. ഈ സിനിമയിൽ ആക്ച്വലി വില്ലൻ റോൾ ചെയ്തത് ലാലു അലക്സ് ആണ്. മമ്മൂട്ടി, ശോഭന തുടങ്ങിയവർ അഭിനയിച്ച ഈ സിനിമ ആക്ച്വലി മറ്റൊരു ഫ്ലോപ്പായി മാറി ഓണക്കാലത്ത് തന്നെ. ജോഷി മമ്മൂട്ടിയുടെ അടുത്ത സിനിമ ഒക്ടോബർ 9 റിലീസ്. രതീഷ്, സോമൻ, മാള രവിന്ദൻ, തമിഴ് നടി ജയശ്രീ തുടങ്ങിയവരാണ് ഈ സിനിമയിൽ അഭിനയിച്ചത്. വീണ്ടും എന്ന് പറഞ്ഞ ഈ സിനിമ ഒരു പരാജയ സിനിമയായി മാറി. തുടർച്ചയായ പരാജയങ്ങൾക്ക് ശേഷം മമ്മൂട്ടി, ജോഷി ടീം ഉയർത്തെഴുന്നേറ്റ സിനിമയാണ് ന്യൂ ഡൽഹി. ജൂലൈ 24, 1987 റിലീസ്. പ്രത്യേകിച്ചൊരു കഥകൾ നമ്മൾ പറയേണ്ട കാര്യമില്ല. മമ്മൂട്ടിയുടെ കരിയറിൽ മറ്റൊരു വലിയ വിജയം നേടി കരിയർ വീണ്ടും സ്റ്റെബിലൈസ് ആക്കിയ സിനിമയാണ് ന്യൂ ഡൽഹി. ജനുവരി 21, 1982 റിലീസായ ദിനരാത്രങ്ങൾ എന്ന സിനിമ. ജോഷിയുടെ സംവിധാനം. സുമലത, പാർവതി, മുകേഷ് തുടങ്ങിയവരാണ് മറ്റ് താരങ്ങൾ. ഡെന്നിസ് ജോസഫ് രചിച്ച ഈ സിനിമ ജോഷി മമ്മൂട്ടി ടീമിന് ഒരു വിജയ സിനിമയായി മാറിയില്ല. മെയ് 20, 1982 റിലീസായ സിനിമയാണ് സംഘം. അക്കാലത്ത് പ്രേക്ഷക പ്രീതി വളരെ നേടിയെടുത്ത സിനിമ. മമ്മൂട്ടിക്കൊപ്പം ഗണേഷ് കുമാർ, മുകേഷ്, അപ്പുവാജ, ജഗദീഷ്, പാർവതി തുടങ്ങിയവർ അഭിനയിച്ച ഈ സിനിമ അക്കാലത്ത് ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു. ഓഗസ്റ്റ് 25 റിലീസായ സിനിമയാണ് തന്ത്രം. ജോഷി, ഡെന്നിസ് ജോസഫ് ടീമിൻ്റെ സിനിമയിൽ മമ്മൂട്ടി, രതീഷ്, ഉർവശി തുടങ്ങിയവരാണ് അഭിനയിച്ചത്. ഓണക്കാലത്ത് റിലീസായ ഈ സിനിമയ്ക്ക് പ്രതീക്ഷിച്ച ഒരു വിജയം നേടിയെടുക്കാൻ സാധിച്ചില്ല. സെപ്റ്റംബർ 8, 1989 റിലീസായ സിനിമയാണ് നായർ സാബ്. മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച ആക്ഷൻ ചിത്രങ്ങളുടെ ലിസ്റ്റിൽ നായർ സാബിന് സ്ഥാനമുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലോക്ക് ബസ്റ്റർ വിജയം നായർ സാബിന് നേടിയെടുക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല. നിരവധി താരങ്ങൾ ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നു. സുമലത, ലിസി, മറ്റ് പല താരങ്ങൾ, ലാലു അലക്സ്, ദേവൻ. ഓക്കെ. 1989 നവംബർ 3 റിലീസായ സിനിമയാണ് മഹായാനം. ജോഷി, ലോഹിതദാസ് ടീമിൻ്റെ സിനിമ. ജോഷി ഇങ്ങനെ സിനിമ എടുക്കുമോ എന്നുള്ള ഒരു സംശയം ഈ സിനിമ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. പക്ഷേ വളരെ മികച്ചൊരു സിനിമയുടെ ലിസ്റ്റിൽ മഹായാനത്തിന് ഇന്നും സ്ഥാനമുണ്ട്. മമ്മൂട്ടിക്കൊപ്പം മുകേഷ്, സീമ, വിനീത് തുടങ്ങിയവർ അഭിനയിച്ചു. പക്ഷേ സിനിമ പ്രതീക്ഷിച്ച ഒരു ബോക്സ് ഓഫീസ് വിജയം നേടാൻ സാധിച്ചില്ല. ശരാശരി വിജയത്തിലാണ് ഒതുങ്ങിയത്.
ഫെബ്രുവരി 16 90 റിലീസ്. മോഹൻലാൽ നായകനായി അഭിനയിച്ച നമ്പർ 20 മദ്രാസ് മെയിൽ. മമ്മൂട്ടി ഒരു എക്സ്റ്റൻഡഡ് സ്പെഷ്യൽ അപ്പിയറൻസ്. ഇൻ്റർവെല്ലിന് മുമ്പായി മമ്മൂട്ടി വരികയും പിന്നീട് നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രമായി മമ്മൂട്ടിയെ തന്നെ അഭിനയിച്ച ഒരു സിനിമയാണ് മദ്രാസ് മെയിൽ. മലയാള പ്രേക്ഷകർക്ക് ഈ സിനിമ വളരെ ഇഷ്ടമാണ്. ഈ സിനിമയുടെ ബഡ്ജറ്റിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് തന്നെയാണ് ഈ സിനിമയ്ക്ക് ഒരു ഹിറ്റ് ടാഗ് ലഭിക്കാതെ പോയത്. പക്ഷേ ഇന്നും ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ടപ്പെട്ട എൻ്റർടൈനറുകളിൽ ഒന്നായി നമ്പർ 20 മദ്രാസ് മെയിൽ നിൽക്കുന്നു. 90-ൽ റിലീസായ ഒരു ചിത്രം. ജോഷിയുടെ സംവിധാനം, ലോഹിതദാസിൻ്റെ രചന, മമ്മൂട്ടിയുടെ നായികവേഷം. ഈ 3 പേരുടെ ഇമേജിനെതിരായിട്ടുള്ളൊരു സിനിമയായിരുന്നു കുട്ടേട്ടൻ. ജോഷിയുടെയും ലോഹിതദാസിൻ്റെയും മമ്മൂട്ടിയുടെയും. അതുകൊണ്ട് തന്നെ ഈ സിനിമ ഒരു വലിയ പരാജയമായിരുന്നു. മമ്മൂട്ടിക്കൊപ്പം ഉർവശി, ലിസി, ജഗദീഷ്, തിലകൻ, സരിത തുടങ്ങിയവരാണ് അഭിനയിച്ചത്. നവംബർ 30-ന് റിലീസായ സിനിമ ഈ തണുത്ത വെളുപ്പാങ്കാലത്ത്. അക്കാലത്ത് വളരെ ഇനീഷ്യൽ കളക്ഷൻ ലഭിച്ചൊരു സിനിമയാണ് പത്മരാജൻ ജോഷി ടീമിൻ്റെ ഈ തണുത്ത വെളുപ്പാങ്കാലത്ത്. മമ്മൂട്ടി, സുമലത, ക്യാപ്റ്റൻ രാജു, നെടുമുടി വേണു, അങ്ങനെ നിരവധി താരങ്ങൾ അഭിനയിച്ചു. സുരേഷ് ഗോപി ഒരു പ്രധാന റോളുണ്ട്. മികച്ച ഒരു ഇനിഷ്യൽ കളക്ഷൻ ശേഷം ഈ സിനിമയ്ക്ക് പ്രതീക്ഷിച്ച ഒരു ടെമ്പോ നിലനിർത്താൻ സാധിച്ചില്ല. ഒരു പ്രധാന കാരണം ആ വില്ലൻ വേഷം ചെയ്ത നടൻ ആ വില്ലൻ റോൾ റിവീൽ ചെയ്യുമ്പോൾ ഈ വ്യക്തിയാണോ ഇതെല്ലാം ചെയ്തത് എന്നുള്ളൊരു മനഃശാസ്ത്രപരമായ ഒരു ചിന്താഗതി പ്രേക്ഷകർക്കുണ്ടാകുകയും അത് സിനിമയ്ക്ക് എതിരായി വരികയും ചെയ്ത ഒരു സിനിമയാണ് ഈ തണുത്ത വെളുപ്പാൻ കാലത്ത്. ഫെബ്രുവരി 14 റിലീസ്. സൂപ്പർ ഹിറ്റ് സിനിമയായ കൗരവർ. മമ്മൂട്ടി, തിലകൻ, മുരളി, ബാബു ആന്റണി, ഭീമൻ രഘു, പിന്നെ കന്നഡ സൂപ്പർ താരം വിഷ്ണുവർദ്ധനും അഭിനയിച്ച സിനിമ അക്കാലത്ത് വലിയ ഹിറ്റായിരുന്നു. പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട സിനിമകളിലൊന്നായി ഇന്നും കൗരവർ നിലനിൽക്കുന്നു. 93-ൽ റിലീസായ സിനിമ ധ്രുവം. ജോഷിയുടെ സംവിധാനം, എം മണിയുടെ നിർമ്മാണം. മമ്മൂട്ടി, ജയറാം, സുരേഷ് ഗോപി, വിക്രം തുടങ്ങിയവർ അഭിനയിച്ചു. ഗൗതമി നായിക. കന്നഡ നടൻ പ്രഭാകറാണ് മെയിൻ വില്ലൻ റോൾ ചെയ്തത്. ഒരു സൂപ്പർ ഹിറ്റ് ആകേണ്ടിയിരുന്ന സിനിമ ഹിറ്റ് എന്ന ഒരു സ്റ്റാറ്റസാണ് നേടിയെടുത്തത്. ധ്രുവം എന്ന സിനിമയ്ക്ക് നിരവധി ഫാൻസുകളാണ് ഇപ്പോഴും ഉള്ളത്. 94 സെപ്റ്റംബർ 16 റിലീസായ സിനിമ സൈന്യം. നിരവധി താരങ്ങളെ കൊണ്ട് നിറഞ്ഞ സിനിമ. മുകേഷ്, സുകുമാരൻ, അങ്ങനെ നിരവധി പേർ. യുവതാരങ്ങളുടെ ഒരു നിര തന്നെ സിനിമയിലുണ്ട്. നായികയായി പ്രിയ രാമനും മോഹിനിയും. സൈന്യം ഒരു ബ്ലോക്ക് ബസ്റ്റർ ആവുമെന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടത്. പക്ഷേ റിലീസായപ്പോൾ സൈന്യത്തിന് ഒരു ആവറേജ് ഹിറ്റായി മാറാൻ മാത്രമേ സാധിച്ചുള്ളൂ. സെപ്റ്റംബർ 1 റിലീസ്. 2001-ൽ ദുബായ്. മലയാള പ്രേക്ഷകർക്കറിയാം, ഒരു ബോക്സ് ഓഫീസ് ദുരന്തമായി മാറിയ ജോഷി മമ്മൂട്ടി സിനിമയാണ് ദുബായ്. 2006 ഒക്ടോബർ 21 റിലീസായ സിനിമ പോത്തൻ വാവ. ഉഷാ ഉദിപ്പിൻ്റെ അഭിനയം അക്കാലത്ത് വളരെ പ്രേക്ഷക പ്രീതി അല്ലെങ്കിൽ വാർത്തകൾ നിറഞ്ഞു നിന്നിരുന്നു. എന്നാൽ ഉഷാ ഉദിപ്പ് ആ റോൾ നന്നായി ചെയ്തില്ല എന്നൊരു വലിയ വിമർശനവും വന്നിരുന്നു. പക്ഷേ ഈ സിനിമയുടെ ഹൈലൈറ്റ് ഉഷാ ഉദിപ്പിൻ്റെ സാന്നിധ്യമാണ്. പക്ഷേ ഈ സിനിമയ്ക്ക് ഒരു ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുക്കാൻ സാധിച്ചില്ല. ആവറേജിൽ ഒതുങ്ങി. ജോഷി, രഞ്ജിത്ത്, മമ്മൂട്ടി ഒന്നിച്ച സിനിമ നസ്രാണി. നിരവധി താരങ്ങളുണ്ട്. ബിജു മേനോൻ, ജഗദീഷ് ശ്രീകുമാർ, കലാഭവൻ മണി തുടങ്ങിയവരൊക്കെ അഭിനയിച്ചെങ്കിലും നസ്രാണിക്ക് വേണ്ടത്ര ഒരു പ്രേക്ഷക പ്രീതി നേടിയെടുക്കാൻ സാധിച്ചില്ല. നവംബർ 5 2008 റിലീസായ 2020 2008-ലെ ഏറ്റവും വലിയ ഹിറ്റായി മാറി. ജോഷി മലയാള സിനിമയിലെ ഒട്ടുമുക്ക താരങ്ങളെ അണിനിർത്തി സംവിധാനം ചെയ്ത 2020 ഒരു എൻ്റർടൈനറായി ഇന്നും നിലനിൽക്കുകയാണ്. ഈ സിനിമയ്ക്ക് ശേഷം മമ്മൂട്ടി ജോഷി ടീം ഇതുവരെ ഒന്നിച്ചിട്ടില്ല എന്നുള്ളത് ഒരു ഖേദകരമായിട്ടുള്ള കാര്യമാണ്. മമ്മൂട്ടി ജോഷി ടീം വീണ്ടും ഒന്നിച്ച് നിരവധി ഹിറ്റ് സിനിമകൾ മലയാളികൾക്ക് നൽകുമെന്ന വിശ്വാസത്തോടു കൂടി നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഇതുവരെ കണ്ടത് മമ്മൂട്ടി ജോഷി കോമ്പിനേഷൻ ടീമിൻ്റെ ലിസ്റ്റുകളാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ പീപ്പിൾ. താങ്ക് യു.